ഹായ്, ഇന്ന് നമ്മളൊരു കിഡിലൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളിച്ചോറ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് ഏകദേശം മുരിഞ്ഞ് വരുമ്പോൾ നല്ല മണമായിരിക്കുമേ. അപ്പോൾ നമ്മൾ കുറച്ച് സവാള അങ്ങോട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സവാള മതി, നമ്മൾ ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഒരു സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് വഴറ്റണം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ സവാള ഒന്ന് വാടി വരുമ്പോൾ നമ്മളിതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 5 നന്നായിട്ട് പഴുത്ത തക്കാളി അരിഞ്ഞിടാൻ പോവുകയാണ്. അപ്പോൾ അത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 5 തക്കാളി അരിഞ്ഞ് ഇട്ട് ഇനി അത് നന്നായിട്ട് ഉടയണം. അങ്ങോട്ട് നല്ല പോലെ ഉടയുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി വെച്ചൊക്കെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് ഒരു പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞോളും. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. എന്താ, അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണം, പിന്നെ നമുക്ക് ചിക്കൻ മസാല, അത് ഓപ്ഷണലാണ്. ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം, മീറ്റ് മസാല വേണമെങ്കിൽ മീറ്റ് മസാല ഇടാം, ഏത് വേണമെങ്കിലും ഇടാം. പിന്നെ മല്ലിപ്പൊടി. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 സ്പൂൺ ഇട്ടു. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ഇടാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല അടിപൊളി ഗരം മസാലയാണ്, അത് നമ്മളൊരു 1/2 സ്പൂൺ ഇടുകയാണ്. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാലയാണ് ഇടാൻ പോകുന്നത്. നമുക്ക് വേണ്ടവർക്ക് ചിക്കൻ മസാല വേണ്ടവർക്ക് ചിക്കൻ മസാല ഇടാം, അല്ലെങ്കിൽ മീറ്റ് മസാല ഇടാം, ഓപ്ഷണലാണ്, ഏത് വേണം യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും കുറച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് പോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് യവന്മാർ ആ തക്കാളിയിലൊക്കെ കിടന്ന് നല്ല അങ്ങോട്ട് മുരിഞ്ഞങ്ങോട്ട് വരട്ടെ. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ഉപ്പാണ് കയ്യിൽ നിന്ന് പോയാൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നല്ല കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി കുറഞ്ഞാലും നമുക്ക് പിന്നീട് നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം കറക്റ്റായിട്ട് ഇടുക. ഇനി നമുക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത്. നമ്മളിപ്പോൾ കട്ട തൈര് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കട്ട തൈര് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഒഴിക്കാൻ നോക്കുക. നമുക്ക് ഇച്ചിരി കൂടെ പുളിയൊക്കെ ചോർന്ന് കിട്ടും. പിന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിവനെ അങ്ങോട്ട് വേവിക്കാൻ പോകണം. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, തിളക്കട്ടെ. തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ബസുമതി റൈസ് 5 പേർക്കുള്ള റൈസ് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് വേവിക്കുന്നതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ എൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ആ റൈസ് നേരെ തട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുക. നമ്മളെടുത്തിരിക്കുന്നത് 5 പേർക്കുള്ള റൈസാണ്, അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം. പിന്നെ നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യുവാണ്. നമ്മൾ റൈസിനും കൂടെ ഉള്ള ഉപ്പ് കണക്ക് കൂട്ടിയാണ് നേരത്തെ ഇട്ടിരുന്നത്. അപ്പോൾ ഉപ്പിടുമ്പോഴേക്കും അത് ശ്രദ്ധിക്കണം. ഇനി റൈസിൽ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. കണ്ടോ, നന്നായിട്ട് റൈസൊക്കെ മിക്സായി നല്ല അടിപൊളിയായി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റണം. ആവി കയറ്റുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ആവി കയറ്റാം.
അപ്പം നമ്മുടെ തക്കാളി ചോറ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നല്ല കറികളൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴേക്കും ഒരു ഇലയൊക്കെ ഒന്ന് വാട്ടി അതിൻ്റെ അകത്തൊക്കെ ഇട്ട് ചോറ് പൊതിഞ്ഞോണ്ട് പോകാമെങ്കിൽ നല്ല രുചിയോടുകൂടി ചോറ് ചീത്തയാകത്തൊന്നുമില്ല. ഫുൾ ഗ്യാരൻറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.